ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഈ മഴയത്ത് കേൾക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം കഥ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മാരക ഹൊറർ. എന്താ പറയാ, ഈ സിനിമ ആരംഭിക്കുന്ന സമയത്ത് ഇത് എങ്ങോട്ടാ പോകുന്നത്, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവില്ല. അവസാനം ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഞെട്ടിപ്പോവും. ഭീകരം എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതിന്റെ പല വിഷയവും എന്നെ കൊണ്ട് എന്തായാലും കാണിക്കാൻ പറ്റില്ല, അത്രയും ബ്രൂട്ടലാണ്. പിന്നെ സിനിമയുടെ പേര് ബ്രിങ് ഹെയർ ബാക്ക്. സിനിമ കണ്ടു കഴിഞ്ഞ് ഇതിന്റെ പേര് ഒന്നുകൂടെ നോക്ക്, അപ്പൊ ഒന്നുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോ കഥയിലേക്ക് പോവുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അർദ്ധരാത്രിയിൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവൾക്ക് ചുറ്റുമായിട്ടൊരു വെള്ള വൃത്തം വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന്, അർദ്ധനഗ്നരായിട്ടുള്ള ആൾക്കാരാണ്, ഇവർ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. ചില ആളുകൾ ഈ ഒരു കാര്യം വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ വന്ന അർദ്ധനഗ്നരായിട്ടുള്ള ആൾക്കാർ ആ വൃത്തത്തിനുള്ളിൽ വെച്ച് ഈ പെൺകുട്ടിയെ തൂക്കി കൊന്നുകളയാണ്. എന്താണിത്, എന്തിനാണ് ഇത് ചെയ്തേ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് എന്തോ ഒരു ആഭിചാര ക്രിയയാണ്. ഈ ഒരു സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കഥയുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള പൈപ്പറിനെയാണ്. പൈപ്പറിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അവൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. മാത്രമല്ല, അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. അതുകൊണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾ അധികം അവളെ അടുപ്പിക്കാറില്ല. ഇപ്പൊ തന്നെ 2-3 പെൺകുട്ടികളെ കണ്ട് അവരെന്തോ സംസാരിക്കുമ്പോൾ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ, എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. എന്നാൽ അതേ നേരം തന്നെ പൈപ്പറിന്റെ ബ്രദർ ആന്റി അങ്ങോട്ടേക്ക് കൂടി വരികയാണ്. നീ എന്ത് വിടുക്കുന്നത്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതേ നേരം തന്നെ ഈ പൈപ്പർ ചേട്ടനോട് പറയാണ്, ആ പെൺകുട്ടികളൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടാവുമല്ലേ, അവർക്ക് എന്നെ ഇഷ്ടമൊന്നും ഇല്ല തോന്നുന്നല്ലേ. ഈ സമയത്ത് ആന്റി പറയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്തായാലും നിന്നെ കൂടെ കൂട്ടിയാനെ. ഇത് പറഞ്ഞ് ആന്റി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പൈപ്പറിനെ കളിയാക്കിക്കൊണ്ട്, അതായത് അവളുടെ അംഗവൈകല്യമുണ്ടല്ലോ അതിനെ കളിയാക്കിക്കൊണ്ട് ആ ഒരു പെൺകുട്ടികൾ അങ്ങനെ എന്തെല്ലോ കാട്ടിക്കൂട്ടുമായിരുന്നു. എന്നാൽ ആന്റി ഈ ഒരു കാര്യം പൈപ്പറിനോട് പറയുന്നില്ല. പറഞ്ഞ അവൾക്ക് ഒരുപാട് വിഷമാവുകയും ആന്റിക്കാണെങ്കിൽ അവന്റെ അനിയത്തി പൈപ്പറിന് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അവളെ കൂട്ടി ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ആന്റി എന്തോ അവന്റെ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പൈപ്പർ ഭയങ്കര ടെൻഷനായിട്ട് ആന്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എടാ, അച്ഛൻ ബാത്റൂമിൽ കയറിയിട്ട് കുറെ നേരം ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നീട് രണ്ടുപേരും എങ്ങനെയൊക്കെയോ ചെന്ന് ആ ഒരു വാതിൽ തുറന്നു നോക്കുമ്പോൾ വസ്ത്രം പോലും ഇടാതെ ആ കുളിമുറിയിൽ മരിച്ചു കിടക്കുന്ന പൈപ്പറിന്റെയും ആന്റിയുടെയും അച്ഛനെയാണ് കാണുന്നത്. രണ്ടു പിള്ളേരും ആകെ ഷോക്കായി പോയി. ആന്റി ഒരു ആൺകുട്ടിയാണെങ്കിലും അവൻ ഇതുവരെയായിട്ട് 18 വയസ്സ് പോലും ആയിട്ടില്ല. മാത്രമല്ല, ഈ കുട്ടികൾക്ക് നിലവിൽ ഇപ്പൊ ആരുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു സ്ത്രീയെ ഈ കാര്യം ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഒരു സോഷ്യൽ സർവീസ് എല്ലാം ചെയ്യുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു ലേഡിയാണ്. തൽക്കാലം നമുക്ക് അവരെ മേരി എന്ന് വിളിക്കാം. അപ്പൊ മേരി വിളിച്ചിട്ട് നമ്മുടെ ആന്റിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് 18 വയസ്സാവാത്തത് കൊണ്ട് നിന്റെ കൂടെ പൈപ്പറിനെ വിടാൻ പറ്റില്ല. എന്റെ പരിചയത്തിൽ ഒരു സ്ത്രീ ഉണ്ട്, ലാറ, അവരുടെ കൂടെ തൽക്കാലം പൈപ്പറിനെ ഞാൻ വിടാൻ പോവാണ്. 18 വയസ്സായിട്ട് നീ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോന്ന് പറയണം. എന്നാൽ പൈപ്പറും ആന്റിയും പറയുന്ന കാര്യം, ഇവർക്ക് രണ്ടുപേർക്കും വേറെ വേറെ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ലാറ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയോടൊന്ന് സംസാരിച്ച് ഞങ്ങളെ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് തന്നെ നിർത്താൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ മേരി പറയണം, ഓക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നീട് പൈപ്പറും ആന്റിയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. പൈപ്പറിന് അവളുടെ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്തും അവളുടെ കൂടെ തന്നെ നിൽക്കുന്നത് അവളുടെ ചേട്ടനായിട്ടുള്ള ആന്റിയാണ്. അങ്ങനെ പിന്നീട് ആ ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള മേരി പറഞ്ഞതുപോലെ പൈപ്പറിന്റെ ആ ഒരു താൽക്കാലിക ഗാർഡിയൻ ഉണ്ടല്ലോ, ലാറ എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ വീട്ടിലേക്ക് രണ്ടുപേരും പോവാണ്. അവർ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതിമനോഹരമാണ്. ഒരു വലിയ കുന്നിൻ ചെരിവാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോ അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ലാറയുടെ വീട്. കാറ് നിർത്തി ഇപ്പൊ പൈപ്പറും അതുപോലെ തന്നെ ആന്റിയും കൂടെ ലാറയുടെ വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. പോയ സമയത്ത് ലാറ ഇവരെ രണ്ടുപേരെയും കണ്ട സമയത്ത് ഭയങ്കര സന്തോഷത്തിൽ ഓടി വന്നിട്ട്, മോളെ മോളെ നീയല്ലേ പൈപ്പർ, അതുപോലെ തന്നെ ഇത് നിന്റെ ചേട്ടൻ ആന്റി അല്ലേ. എന്തായാലും പിള്ളേര് രണ്ടുപേരും വന്നത് ലാറയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ഇതിനിടയിൽ ലാറ ഒരു തമാശ കാണിക്കുകയാണ്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൈപ്പറിനെ കൊണ്ട് ഒരു പട്ടിയെ തൊടിയിപ്പിക്കുകയാണ് കേട്ടോ. അവള് പെട്ടെന്നായതുകൊണ്ട് പേടിച്ചു പോയി. അപ്പൊ ചിരിച്ചുകൊണ്ട് ലാറ പറയാണ്, അത് ചത്തുപോയ പട്ടിയാണ്, പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതുപോലെ മോൾക്ക് കണ്ണ് കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എന്താ സ്റ്റിക്കും കാര്യങ്ങളും ഉപയോഗിക്കാതെ. ഈ സമയത്ത് പൈപ്പർ പറയാണ്, അതൊന്നുമില്ല ആന്റി, ഈ സ്റ്റിക്കുമായിട്ട് നടക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ദയനീയമായിട്ട് തന്നെ നോക്കുന്നു, അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആന്റി ഒരു കാര്യം കാണാണ്. ഈ നിലത്തെ കാർപ്പറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി ഈ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റി ചോദിക്കുകയാണ്, അല്ല ഈ പൈപ്പർ വരുന്നത് കൊണ്ടാണോ ഇതുപോലെ കാർപ്പറ്റ് നീങ്ങാതിരിക്കാൻ വേണ്ടി സൈഡിലൂടെ ഒട്ടിച്ചത്? കണ്ണ് കാണാത്ത കുട്ടികളുള്ള സ്ഥലത്താണ് ഇതുപോലെ ചെയ്യാറ്. ഈ സമയത്ത് ലാറ് പറയാണ്, അല്ല മോനെ, എനിക്കൊരു മോളുണ്ടായിരുന്നു, അവളുടെ പേര് ക്യാതി എന്നാണ്. അവൾക്കും ഇതുപോലെ തന്നെ കണ്ണ് ശരിക്കും കാണില്ല. അവള് തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്തായാലും നിങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണുന്നു പറഞ്ഞിട്ട് ലാറ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം നമ്മുടെ പൈപ്പറും ആന്റിയും കൂടെ വീടിന്റെ മറുഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പഴയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം ഒട്ടും വൃത്തിയില്ല. അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പയ്യൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ബ്ലറാക്കിയേ കാണിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു പയ്യൻ ഒരു പൂച്ചയെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലാറ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പൂച്ചയെ മേടിച്ചിട്ട് പറയുന്നത്, ഓ ഞാൻ പറയാൻ മറന്നുപോയി, ഇതെന്റെ ഇളയ മകനാണ് കേട്ടോ, ഒലിവർ. പിന്നീട് ആന്റി ഈ ഒലിവറിനെ നോക്കുമ്പോൾ ആളുടെ മുഖവും അതുപോലെ തന്നെ അവന്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ
ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരുന്നു അവൻ. ഇതിനുശേഷം ഈ 3 പിള്ളേരുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ലാറ നോട്ട് ചെയ്ത് വെക്കുകയാണ്. എന്തിനാണെന്നൊന്നും അറിയില്ല. പിന്നീട് പൈപ്പറിനും ആന്റിക്കും റൂം കൊടുക്കുന്നുണ്ട്. ആന്റി വിചാരിച്ചു രണ്ടുപേർക്കും ഒരേ മുറി തന്നെ ആയിരിക്കുന്നു. എന്നാൽ പൈപ്പറിനും ആന്റിക്കും വേറെ വേറെ മുറിയാണ് ലാറ കൊടുക്കുന്നത്. അതുപോലെ ആന്റിയുടെ മുറിയുടെ ആ ഒരു കഥകുണ്ടല്ലോ, അത് മുഴുവനായിട്ട് അടക്കാൻ കഴിയില്ല. അതായത് വാതിൽ ലോക്ക് ചെയ്യാൻ പറ്റാത്ത മുറിയാണ് ആന്റിക്ക് ഈ ലാറ കൊടുക്കുന്നത്. കാരണം വേറെ റൂമൊന്നുമില്ല. പിന്നീട് ആ റൂമിൽ പോയിട്ട് അവന്റെ സാധനങ്ങളൊക്കെ അവൻ അവിടെ വെക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലാറ വന്നിട്ട് ആന്റിയോട് ചോദിക്കുകയാണ്, എന്തായി റൂമൊക്കെ ഇഷ്ടമായോ? അതുപോലെ തന്നെ നീയാണ് ആ പെൺകുട്ടിയുടെ ഗാർഡിയൻ അല്ലേ? അപ്പൊ ആന്റി പറയണത് അതെ, എനിക്ക് 18 വയസ്സായ ഞാൻ തന്നെ അവളെ ഒറ്റയ്ക്ക് നോക്കിക്കോളാന്ന് പറയണം. അപ്പൊ ലാറ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ നോക്കണമെങ്കിൽ ഞാൻ മേലേക്ക് റിപ്പോർട്ട് കൊടുക്കണം, നീ നല്ലതാണ്, നിന്റെ അനിയത്തിയെ നീ നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞാലേ നിനക്ക് നിന്റെ അനിയത്തിയെ കിട്ടുള്ളൂ കേട്ടോ. അതേ നേരം ആന്റി ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനാവശ്യമായിട്ട് തന്നെ ലാറ നീ ആരോടെ ചാറ്റ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നുമില്ല, അതെന്റെ സുഹൃത്താണെന്ന് പറയണേ. ഇതേ നേരത്ത് തന്നെ നമ്മുടെ പൈപ്പറിനെ നോക്കാൻ വേണ്ടി ആന്റി ഒന്ന് പോയ നേരം നോക്കിയിട്ട് ഈ ലാറ ഉണ്ടല്ലോ, ലാറ ആന്റിയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. ഇത് നമ്മുടെ ആന്റി കണ്ടു, അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ലാറ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്തേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരോട് ചൂടാവുകയാണ് കേട്ടോ. ലാറ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ലാറ പറയുന്നത് സോറി അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അതേ നേരം തന്നെ ആന്റി പറയുന്നത് സോറി, ഞാനും അറിയാതെ ചൂടായി പോയതാണ്, ഇനി എന്റെ ഫോണൊന്നും എടുക്കരുത് കേട്ടോ. വേഗം തന്നെ പിന്നീട് ലാറ ആ റൂമിന്റെ പുറത്തേക്ക് പോവാണ്. മാത്രമല്ല നമ്മുടെ പൈപ്പർ അവൾക്ക് കണ്ണൊന്നും കാണില്ലല്ലോ. അപ്പൊ അവൾക്ക് കിട്ടിയ റൂം അതെങ്ങനെയാണ്, അവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തൊട്ടും തലോടിയും അവൾ അങ്ങനെ നോക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം ആ റൂമിലേക്ക് കയറാതെ തന്നെ ഒളിച്ചിരുന്ന് നോക്കുകയാണ് ഈ ലാറ. അപ്പൊ ഇവിടെ മുതൽ തന്നെ ഈ സ്ത്രീയിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം നമുക്ക് തോന്നാൻ തുടങ്ങിയല്ലേ. അവരെന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട്. രാത്രിയായ സമയത്തും ഈ ലാറ നമ്മുടെ പൈപ്പറിനെ അറിയാതെ തന്നെ അവൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാറയുടെ മകനുണ്ടല്ലോ ഒലിവർ, അവൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ഗൗരവമാണ്, ചിരിക്കൊന്നുമില്ല, സംസാരിക്കൂല. അപ്പൊ ഈ ഒലിവറിനോട് ലാറ പറയുന്നുണ്ട്, നീ താഴേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നവളാണ്. ഇപ്പോ ആന്റിയെ നോക്കുകയാണെങ്കിൽ അവൻ ഈ പുതുതായിട്ട് വന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. കുറെ നേരം അങ്ങനെ കട്ടിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് എന്തോ ഒച്ച കേട്ടപ്പോ ആന്റി പുറത്തേക്ക് നോക്കിയപ്പോൾ അർദ്ധരാത്രിയിൽ ലാറ അതുപോലെ തന്നെ അവരുടെ ഇളയ മകനായിട്ടുള്ള ഒലിവർ, ഇവര് രണ്ടുപേരും കൂടെ വീടിനപ്പുറത്തുള്ള ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിങ്ങനെ നേരിട്ട് കണ്ട സമയത്ത് ആന്റി വിചാരിക്കുകയാണ് ഈ രാത്രിയിൽ ഇവരെന്ത് ഈ ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ലാറ ഉണ്ടല്ലോ, അവർ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതിന്റെ ഏതോ ഒരു ഭാഗത്തായിട്ട് ചോരയുടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാതിരിക്കാനായിട്ട് പെയിന്റ് എല്ലാം അടിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല എന്തൊക്കെയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുമാറ്റം, എന്താ പറയാ, എന്റെ നാട്ടിൽ ഈ ഞെരിവിരി കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു പെരുമാറ്റമാണ് അവർക്ക്. പിന്നീട് നേരെ ആന്റിയുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവന്റെ ആ റൂമിന്റെ കഥകിന് അടിച്ചിട്ട് വാ എഴുന്നേക്ക് പോവാം, നിങ്ങളുടെ അച്ഛന്റെ ആ ഒരു ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ ഇന്നാണ്, വേഗം റെഡി ആവുമെന്ന് പറയാണ്. എന്നാൽ ആന്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ പെയിന്റിലൊക്കെ ആകെ മൂത്രമായിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി ഉറക്കത്തിൽ അവൻ അറിയാതെ ഒഴിച്ചു പോയതാണ്. അവൻ എന്തോ പോലെ ആവുന്നുണ്ട്. പിന്നീട് ബാത്റൂമിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുക ബാത്റൂമിൽ നിൽക്കാൻ. പിന്നീട് കുളിച്ച് റെഡിയായി ആ ഒരു ചടങ്ങിന് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ലാറ പോയിട്ട് മകനായിട്ടുള്ള ഒലിവറിനോട് ചോദിക്കുന്നുണ്ട്, നീ പുറത്തേക്ക് വരുന്നോ, വരുന്നുണ്ടെങ്കിൽ മാറ്റിക്കോ എന്ന് പറയാണ്. എന്നാൽ ഒലിവർ പറയുന്നത് ഇല്ല, ഞാൻ വരുന്നില്ല എന്നാണ്. ഇതിനുശേഷം 3 പേരും കൂടെ ആ ഒരു ചടങ്ങിന് പോവാണ്. ചടങ്ങെല്ലാം കഴിഞ്ഞു. ഒരുപാട് വിഷമത്തില് പൈപ്പറും ആന്റിയും കൂടെ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവരാരും കാണാതെ ലാറ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ അച്ഛന്റെ മുടി ഉണ്ടല്ലോ, അത് മുറിച്ചെടുത്ത് ആരും കാണാതെ കീശയിൽ വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു വീട്ടിൽ ഇപ്പൊ ഒറ്റയ്ക്കാണ് നമ്മുടെ ഒലിവർ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ദേഷ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. ഈ കാണുന്നതാണ് അവന്റെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ. ഇപ്പൊ അവന്റെ ആ ഒരു കൈ കൊണ്ട് അവന്റെ മുന്നിലുണ്ടായിരുന്ന കണ്ണാടിയിൽ കുറെ നേരം അടിക്കുകയാണ്. അടിച്ചടിച്ച് അവസാനം ആ ഒരു കണ്ണാടി പൊട്ടി അവന്റെ കൈ മുറിയായി ചോര ഒലിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷ്വലൊക്കെ പൂർണ്ണമായിട്ടും കാണിക്കാൻ കഴിയില്ല, ബ്ലറിംഗ് ഉണ്ടാവും കേട്ടോ. എന്തായാലും ആ ഒരു കൈകളുമായിട്ട് അന്ന് രാത്രി ലാറയും ഒലിവറും കൂടെ പോയി ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. അതിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വാതിൽ തുറകുന്നില്ല. അതിനുശേഷം നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നു. അതിൽ കോഴികളെ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ അവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ലാറ പൈപ്പറിനെയും ആന്റിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. പൈപ്പറിന്റെ മുഖത്ത് ആ ഒരു വിഷമെല്ലാം കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എത്ര കാലം ഈ ഒരു വിഷമം മനസ്സിലിട്ട് നടക്കും, ഇതൊക്കെ മറക്കണ്ടേ, അതുകൊണ്ട് രാത്രിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട് എന്ന് പറയാണ്. പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി വൈനും കാര്യങ്ങളൊക്കെ ആക്കി നല്ല പാട്ടെല്ലാം വെച്ച് ഇവരെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരല്പം വൈൻ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ പൈപ്പറിന്റെ കിളി പോയി, അവളുടെ ബോധം പോയി കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഇവർ ഈ എൻജോയ് ചെയ്യുന്ന കാര്യമൊക്കെ ഇവരുടെ കൂടെ കൂടാതെ ഒലിവർ പുറത്തു നിന്ന് നോക്കുകയാണ്. അതും വളരെ വ്യത്യസ്തമായി, വളരെ സ്ട്രെയിഞ്ച് ആയിട്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉള്ളിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ലാറ ഇപ്പൊ ആന്റിയോട് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും ഒരു ചെയറിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇരിക്കണം. അതായത് മുഖത്തോട് മുഖം നോക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് ഇരിക്കണം. എന്നിട്ട് ഒരാൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം മറ്റേ ആൾ പറയണം, സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ ആദ്യം ചോദ്യം ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ആന്റിയാണ്. ആന്റി ഇപ്പൊ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾ ക്യാതി മരിച്ചുപോയില്ലേ, ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാ പുറത്തു വന്നത്? കുറച്ചു നേരം ലാറ ഒന്നും മിണ്ടിയില്ല കേട്ടോ. പിന്നീട് ലാറ പറയാണ്, അവള് മരിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ അടക്കം ചെയ്തിട്ട് 3 ദിവസമാണ് ഞാൻ ആ ഒരു സെമിത്തേരിയിൽ നിന്നത്. എന്റെ മോള് ക്യാതി, ഇപ്പോഴും എനിക്ക് അവളെ മറക്കാൻ പറ്റിയിട്ടില്ല. അവസാനമായിട്ട് ഒന്നുകൂടെ അവളെ എന്നെ അമ്മേന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്റെ മോള് ക്യാതി. അപ്പൊ ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് അവരുടെ മൂത്ത
മകളായിട്ടുള്ള ക്യാദിയോട് അത്ര ഇഷ്ടമാണ്. ഇതിനുശേഷം നമ്മുടെ ആന്റിയും അവന്റേതായ ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഈ പൈപ്പർ ഉണ്ടല്ലോ, അവന്റെ സ്വന്തം അനിയത്തിയല്ല, അവന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകളാണ് പൈപ്പർ. അതായത് അവന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. ചെറിയ പ്രായത്തില് അവൾക്ക് വലിയ കണ്ണൊന്നും കാണാത്തത് കൊണ്ട് അച്ഛൻ നന്നായിട്ട് അവളെ കെയർ ചെയ്യായിരുന്നു. ഈ കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ വെറുതെ അവളെ ഉപദ്രവിക്കും, അതുകൊണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല അടി കിട്ടും. എനിക്ക് അവളോട് ചെറിയ പ്രായത്തിൽ ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് പറഞ്ഞിട്ട് അവൻ നിർത്തുകയാണ് കേട്ടോ. പിന്നീട് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്, നന്നായിട്ട് മദ്യപിച്ചതല്ലേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവന്റെ റൂമിലേക്ക് ഈ ഒരു ലാറ് വരുന്നുണ്ട് കേട്ടോ. ആന്റിയുടെ റൂം പൂട്ടാൻ പറ്റില്ലല്ലോ, ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ലാറ് റൂമിലേക്ക് വന്നിട്ട് വളരെ വൃത്തിയായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ക്ലോസറ്റിൽ നിന്നും യൂറിൻ അതൊരു പാട്ടയിൽ കോരി എടുത്തിട്ട് ഇവന്റെ പെയിന്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന് തന്നെ തോന്നണം ഞാനാണ് ഇതുപോലെ ഒഴിച്ചു വെച്ചേന്ന്. ഇതിനു മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ അവന്റെ ഫോണ് അവന്റെ കണ്ണ് ഉപയോഗിച്ച് തന്നെ അതിന്റെ ലോക്ക് തുറക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടായിരുന്ന ഒലിവറിന്റെയും അതുപോലെ തന്നെ ആ ഡോഗിന്റെ ശില്പത്തിന്റെ ഒക്കെ പിക്ചർ എടുത്ത് വെച്ചായിരുന്നു. ഇതെല്ലാം ഡിലീറ്റ് ആക്കി കളയാണ്. എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതേ നേരം പുറത്തുണ്ടായിരുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂള് അതിലിറങ്ങി നിൽക്കുന്ന ഒലിവറിനെ ലാറ കാണുകയാണ്. മാത്രമല്ല അവന്റെ കയ്യിൽ ആ ഒരു പൂച്ചയുണ്ടായിരുന്നു. വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഒരു പൂച്ച ഇറക്കി വിട്ട് ഒലിവറിനെ ബാത്റൂമിലേക്ക് ലാറ കൊണ്ടുപോവാണ്. അവന്റെ ആ ഒരു മുറിവെല്ലാം കഴുകി വൃത്തിയാക്കാണ്. ശരീരവും നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒലിവറിനോട് ലാറ ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാൻ നിനക്ക് വിശക്കുന്നുണ്ട് എന്ന്, പക്ഷേ കുറച്ചു നേരം നീ ക്ഷമിച്ചേ മതിയാവൂ. അതുപോലെ എനിക്ക് നല്ല സംശയമുണ്ട് നീ പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് ഈ ഒലിവറിന്റെ മുഖമൊക്കെ മാറുകയാണ്. അപ്പുറത്തുണ്ടായിരുന്ന വാഷ് ബേസ് അതിൽ ആ ഒരു പൈപ്പ് തനിയെ ഓണായിട്ട് വെള്ളം താഴേക്ക് വീഴുന്നുണ്ട്. അത് ഓഫാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ലാറ ചെല്ലുകയാണ്. ആ സമയത്ത് ഈ ഒരു ഒലിവറിന്റെ മുഖം ഉണ്ടല്ലോ അത് കണ്ണാടിയിൽ റിഫ്ലക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ ആ റിഫ്ലക്ഷനിൽ ഉണ്ടായിരുന്ന ഒലിവറിന്റെ കണ്ണുകൾക്ക് ഒരു ചുവപ്പ് നിറം കൂടുതലായിരുന്നു. അതുപോലെ അവന്റെ തലയുടെ ഭാഗത്തായിട്ട് കൊമ്പ് പോലെ എന്തോ ഒന്നുണ്ട്. സോ ഇത് കണ്ട ലാറ ആകെ പേടിച്ചു പോവാണ്. അധികം വൈകാതെ ആ ഒരു കണ്ണാടിയും പൊട്ടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒലിവറിന്റെ അടുത്ത് നിന്നും ലാറ മാറി നിൽക്കുകയാണ്. ഇതോടുകൂടിയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒലിവർ അതൊരു മനുഷ്യനല്ല, പിന്നെ എന്തായിരിക്കും? എന്താണ് ഇവിടെ നടക്കുന്നത്? ആ ഒരു സസ്പെൻസ് വെച്ചുകൊണ്ട് തന്നെ ഈ കഥ കേൾക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ആന്റി ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അവന്റെ പെയിന്റിൽ മൂത്രമായിട്ടുണ്ട്. അവൻ വിചാരിക്കുകയാണ് ഇതെന്താ ഞാൻ അറിയാതെ മൂത്രയിച്ചു പോകുന്നു. ഭയങ്കരമായിട്ട് എന്തോ പോലെ ആവുകയാണ്. അപ്പൊ ആരും കാണാതെ ആ ഒരു പെയിന്റ് എടുത്ത് ചുരുട്ടിയെടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോയിടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ലാറ പെയിന്റ് മേടിക്കുകയാണ്. ഞാൻ വാഷ് ചെയ്തോളാം എന്ന് പറയണം. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ആ ഒരു പെയിന്റ് എടുത്ത് അയ്യേ നീ ഇതിൽ മൂത്രയിച്ചല്ലേ, ഇത്ര പ്രായമായിട്ടും ഇതൊന്നും മാറിയിട്ടില്ല അല്ലേ. ആന്റിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് നാണക്കേടും ഇൻസൾട്ടൊക്കെ തോന്നുകയാണ്. ഈ കാര്യം അപ്പുറത്തുണ്ടായിരുന്ന പൈപ്പറും കേൾക്കുന്നുണ്ട്. അപ്പൊ പൈപ്പറും ചോദിക്കുകയാണ് എന്താ ആന്റി ഇങ്ങനെയൊക്കെ? ആന്റി എന്ന് വെച്ചാൽ അവന്റെ പേരാണ് കേട്ടോ, അല്ലാതെ ലാറയെ ആന്റി ആന്റി എന്ന് വിളിക്കുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് ആന്റിയോട് ഈ ലാറ പോയിട്ട് കുളിക്കാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ പൈപ്പറും ലാറയും കൂടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒലിവറിനെ നന്നായിട്ട് നോക്കാൻ ഏൽപ്പിക്കുന്നത് ഈ ആന്റിയാണ്. അങ്ങനെ അവരിപ്പോ ടൗണിലേക്ക് പോയി. ഈ ആന്റി ആണെങ്കിൽ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുക. അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനേ പറ്റുന്നില്ല അവന്. അപ്പൊ അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് കുളിക്കേണ്ട, പുറത്ത് പോയിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് അവനൊരു പൈപ്പിന്റെ ചോട്ട് പോയിരുന്നു കാലും കൈയും ഇതെല്ലാം വാഷ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ നേരം വീടിന്റെ ഉള്ളിൽ നിന്നും ഒരു ചില്ലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഒലിവർ ഇപ്പോ നമ്മുടെ ഈ ഒരു ആന്റിയെ നോക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ചില്ലിൽ ഒരു ഈച്ച വന്നിരിക്കുന്നുണ്ട്. ഈ ഒലിവർ എന്താക്കി ആ ഈച്ചയെ കൈകൊണ്ട് ഒറ്റയടി അടിക്കുകയാണ്. ഇതേ സമയം ആന്റി അങ്ങോട്ടേക്ക് നോക്കിയപ്പോ അവനിങ്ങനെ കൈ ആ ഒരു ചില്ലിൽ വെച്ച് നിൽക്കുകയല്ലേ. ആന്റി വിചാരിച്ചു അവനോട് ഹായ് കാണിക്കാന്ന്. ആന്റി തിരിച്ചു അതുപോലെ തന്നെ ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഈ ലഭ്യനായ നമ്മുടെ ആന്റി ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ആ ചില്ലിൽ എന്തിനാണ് ഈ ഒലിവർ കൈവച്ചടിച്ചിരുന്നത്? ഈച്ചയെ പിടിക്കാനല്ലേ. ആന്റി പോയി കഴിഞ്ഞപ്പോൾ ആ ഈച്ച എടുത്ത് വായിലെടുത്തുണ്ടാവാൻ. എന്താല്ലേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതിനുശേഷം കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആന്റി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒലിവറിനെയും വിളിക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ റൂം ഉള്ളുന്ന് ലോക്കാണ്. ചെറിയൊരു കത്തി വെച്ച് അവനത് തുറക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ ആന്റിയുടെ കൂടെ ഒലിവർ വരുന്നുണ്ട്. അവൻ അടുക്കളയിൽ കൊണ്ടിട്ടിരുത്തുകയാണ്. എന്നാൽ എന്ത് ചോദിച്ചാലും യാതൊരു റെസ്പോൺസും ഇല്ല. മുഖം ഒരേ രീതിയിൽ തന്നെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ ഇവനിനി സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് പേപ്പറും പേനയും കൊടുക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നീ പറയടാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പേപ്പറിൽ പിന്നീട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആന്റി അവന് കഴിക്കാനായിട്ട് ഒരു ഫ്രൂട്ട് കൊടുക്കുകയാണ്. എന്നാൽ ആ ഫ്രൂട്ട് എടുക്കാതെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കത്തിയമ്മയാണ് അവൻ പിടിക്കുന്നത്. എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആന്റി തിരിഞ്ഞ സമയം നോക്കിയിട്ട് ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതവൻ കഴിച്ചു. അതിന്റെ കൂടെ തന്നെ ആ മൂർച്ചയുള്ള കത്തിയും കൂടെ അവൻ കയറി കടിക്കുകയാണ്, ചവക്കുകയാണ്. വായിലാകെ മുറിഞ്ഞ് രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ട് ആന്റി ആകെ ഞെട്ടിപ്പോയി കേട്ടോ. ഈ സീനൊന്നും മുഴുവൻ കാണിക്കാൻ കഴിയില്ലേ, വെരി ഡേഞ്ചർ ആണ്. ബ്ലറാക്കി അല്ലെങ്കിൽ കാണിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അപ്പൊ വായിന്ന് ചോര ഒഴുകാണല്ലോ. അവനെ എടുത്തുകൊണ്ട് ആന്റി പുറത്തേക്ക് ഓടുകയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണല്ലോ. എന്നാൽ ഈ വീടിന്റെ മുറ്റത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വെള്ള വര കാണാണ്ട്. ആ വരയുടെ അടുത്തെത്തിയ സമയത്ത് ഈ ചെറുക്കൻ ഒലിവർ താഴേക്ക് വീണു പോവാണ്. എന്തെന്നെ ചെയ്താലും ആ വരേന്റെ അപ്പുറത്തേക്ക് അവൻ വരില്ല. ഭയങ്കരമായിട്ട് വേദന ആകുന്നത് പോലെ, ഭയങ്കരമായിട്ട് പേടിയുള്ളതുപോലെ ആ വരയ്ക്ക് അപ്പുറത്തേക്ക് വരാനായിട്ട് അവന് കഴിയുന്നില്ല. ഇതെന്തേ സംഭവിക്കുന്നത്? ഈ ചെറുക്കൻ എന്താ പറ്റിയേ? ആന്റി ഇപ്പോ അവന്റെ ആ ഒരു വയറിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ അവന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്നും എന്തോ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് പോലെ, എന്തോ ഒരു സാധനം ഉള്ളിൽ കിടന്ന് തിളക്കുന്നതായിട്ട് അവനിപ്പോ
നേരിട്ട് കാണുകയാണ്. ഈ സമയത്താണ് പുറത്തേക്ക് പോയ ലാറ അതുപോലെ തന്നെ പൈപ്പർ വരുന്നത്. ലാറ വരുമ്പോ കാണുന്ന കാഴ്ച എന്താ? ആ വെള്ള വര വിട്ട് പുറത്തേക്ക് വരാൻ നോക്കുന്ന ഒലിവർ ചോര ഒലിപ്പിച്ച് കിടക്കുകയാണ്. മോനെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് ഈ ഒലിവറിനെ എടുത്തുകൊണ്ട് ലാറ ഉള്ളിലേക്ക് പോവാണ്. അവരുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ഇതേ നേരം തലക്ക് പ്രാന്ത് പിടിച്ചതുപോലെ നമ്മുടെ ആന്റി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വിധത്തില് പൈപ്പറിനുള്ളിലേക്ക് കൊണ്ടാക്കി. ആന്റിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ ഇവിടെ നടക്കുന്നേ, എന്താ ഇതൊക്കെ. അതുപോലെ തന്നെ നേരത്തെ അടുക്കളയിൽ വെച്ച് ഈ ഒരു ഒലിവർ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്ന കണ്ടായിരുന്നല്ലോ. അത് നോക്കുമ്പോൾ എന്തോ ബേഡെന്നോ അങ്ങനെ എന്തോ ഒന്ന് അവൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഈ ലാറയുടെ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒലിവറിനെ ഒരു കട്ടിൽ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ലാറ ഒരു CD ടിവിയിൽ ഇട്ടിട്ട് കാണുകയാണ്. അതിലെ വിഷ്വൽസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ ആ ഒരു ക്രൂരമായ കാര്യം, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ആ ഒരു CD ഇട്ട് ലാറ കാണുന്നത്. എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകൾ മാത്രമല്ല. ഇപ്പൊ അവിടെ ബോധമില്ലാതെ കിടന്നിരുന്ന ഒലിവർ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് ഞാൻ ഇത് എവിടെയാ, എന്തൊക്കെയാ ഇവിടെയും നടക്കുന്നത്. ഇത് കേട്ടപാട് പേടിച്ചു പോയ ലാറ ഇപ്പൊ ഒലിവറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. അവൻ ഒച്ചത്തിൽ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ ലാറ എന്താ കാട്ടിയത്, ആ ടിവിയുടെ ഒച്ച വല്ലാതെ കൂട്ടി വെക്കുകയാണ്. കാരണം ഇവൻ പറയുന്നതോ കരയുന്നതോ പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. പിന്നീട് അവന്റെ വായ പൊത്തിപ്പിടിച്ച് അവന്റെ നെറ്റിയിൽ എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ ചൊല്ലി കൈകൊണ്ട് ഇങ്ങനെ വൃത്തം വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഒരു ക്ഷുദ്രക്രിയയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ള വര താണ്ടി അവൻ അപ്പുറത്തേക്ക് കടക്കാൻ നോക്കിയത് കൊണ്ട് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ശക്തി ഇത്രയും നേരം ഉണ്ടായിരുന്നു അത് പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഒലിവർ ഞാനിത് എവിടെയാ, ഇതെന്തെവിടെ നടക്കുന്നേ എന്നൊക്കെ അവൻ ചോദിക്കുന്നത്. എന്നാൽ അവന്റെ ഉള്ളിലേക്ക് വീണ്ടും ആ ഒരു ശക്തിയെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ലാറ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ക്ഷുദ്രക്രിയ എന്ന് പറയാം. അങ്ങനെ പതിയെ ആ ഒരു ചെകുത്താൻ വീണ്ടും അവന്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് കയറുകയാണ് കേട്ടോ. അവനിപ്പോ സൈലന്റ് ആയി. ഇപ്പൊ വാതിലിന്റെ പുറത്ത് വന്നിട്ട് പൈപ്പറും ആന്റിയും കൂടെ വാതിൽ തട്ടുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകണം ചോദിച്ചപ്പോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ലാറയ്ക്ക് ദേഷ്യം വരികയാണ്. ആന്റി നീ ആദ്യം ഒരു തെറ്റ് ചെയ്തു. എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ ഈ റൂമിൽ കയറിയത്? അവനെയും കൂട്ടി നീ എന്തിനാ പുറത്തേക്ക് പോയത്? നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നീ ഇവിടുന്ന് പോ. പൈപ്പർ ഉള്ളിലേക്ക് വന്നിട്ട് അവളെ റൂമിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തുകയാണ്. പൈപ്പറിന് കണ്ണ് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലാറ ഇപ്പോ അവരുടെ കീശയിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? പൈപ്പറിന്റെയും ആന്റിയുടെയും അച്ഛന്റെ ശവസംസ്കാരത്തിന് പോയില്ലേ, ആ സമയത്ത് ലാറ അയാളുടെ മുടിയെന്ന് ഒരു ഇച്ചിരി കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, അതെടുത്തിട്ട് നമ്മുടെ ഒലിവറിന്റെ വായിലേക്ക് തിരികെ കൊടുക്കുകയാണ്. അവൻ അത് ചവച്ച് തിന്നാൻ തുടങ്ങുകയാണ്. പിന്നീട് വല്ലാതെ പേടിച്ചു പോയ ലാറ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പൈപ്പർ ചോദിക്കുന്നുണ്ട് ലാറ ആന്റി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ലാറ പറയണേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ പൂച്ചയെ കാണാനില്ല. ഇപ്പോ പൈപ്പർ പറയണ ആന്റി പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അതിനെങ്ങനെയും തപ്പിയെടുത്ത് കൊണ്ടുവരാന്ന് പറയണം. എന്നിട്ട് ആ ഒരു വീടിന്റെ പുറത്തേക്ക് അവൾ ഇറങ്ങുന്നുണ്ട്. അവളുടെ ആ ഒരു വടിയെല്ലാം വെച്ച് പയ്യെ ഇങ്ങനെ തപ്പി പോവുകയാണ്. ആ സമയത്താണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. ആ വെള്ള വരയുണ്ടല്ലോ, അത് വീടിന്റെ മുൻഭാഗത്ത് മാത്രമല്ല ആ വീടിന്റെ ചുറ്റും വട്ടത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ചെകുത്താൻ ഒരിക്കലും വീട് വിട്ട് പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ആ വെള്ള വര അവിടെ വരച്ചിരിക്കുന്നത്. ഇതേ സമയം ആന്റി അവന്റെ ദേഹം മുഴുവനൊന്ന് കഴുകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു പേടി ഉള്ളിന്ന് പോകുന്നില്ല. എന്നാൽ ഇത്തവണ കാണുന്നത് ഒരു വല്ലാത്ത രൂപത്തെയാണ്. ചോര കണ്ണുകളുമായിട്ട് ആ ബാത്റൂമിൽ നിൽക്കുന്ന അവന്റെ അച്ഛനെ തന്നെ നേരിട്ട് കാണാണ്. എന്നിട്ട് അച്ഛന്റെ ആ ഒരു രൂപം അവനോട് പറയാണ് മഴ പെയ്താൽ നിന്റെ അനിയത്തിയുടെ ജീവൻ ആപത്തിലാണ്, നീ അവളെ നോക്കിക്കോണേന്ന്. എന്നാൽ ഈ ഒരു കാര്യം കണ്ടതോട് കൂടിയിട്ട് മലന്നടിച്ച് ബോധം കിട്ടി വീഴാണ് ആന്റി. പിന്നീട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഹോസ്പിറ്റലാണ് കേട്ടോ. ആകെ വയലന്റ് ആയിട്ട് അവിടെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാരൊക്കെ അവനെ പിടിച്ചിരുത്തുകയാണ് അവിടെ. ഈ ബാത്റൂമിലെ തലയടിച്ച് വീണ സമയത്ത് അവനെ അവിടെ കൊണ്ടാക്കിയത് മറ്റാരുമല്ല ലാറ തന്നെയാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇതേ സമയത്ത് തന്നെ ലാറയെ അവളുടെ ആ ഒരു വീട്ടിൽ കാണിക്കുകയാണ്. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി അവൾ അങ്ങനെ നിൽക്കുകയാണ്. പതിയെ ആ ഒരു പഴയ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ലാറയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. വേഗം തന്നെ റൂമിലേക്ക് പോവാണ്. പഴയ ഏതൊക്കെയോ CD എടുത്ത് അത് ടിവിയിലിട്ട് കാണുകയാണ്. അതായത് മരിച്ചുപോയ മകളുണ്ടല്ലോ ക്യാതി, അവളുടെ കുറെ പഴയ വീഡിയോസ് ആണ്. അതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ പൈപ്പർ ഇപ്പൊ ലാറയോട് ചോദിക്കുകയാണ് എനിക്ക് എന്റെ ചേട്ടനൊന്ന് കാണാൻ പറ്റുമോ? കുറച്ച് ദിവസം അതിൽ കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അപ്പൊ പൈപ്പറിനോട് ഈ ഒരു ലാറ് പറയുന്നുണ്ട് മോളെ നീ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കാതിരിക്കുക, നമുക്ക് അവനെ കാണാം. അതുപോലെ തന്നെ ഇപ്പൊ പൈപ്പർ പോയിട്ട് ഈ ലാറയുടെ അടുത്ത് ഇരിക്കുകയാണ്. ശരിക്കും ലാറയും ഒരു മകളെ പോലെ തന്നെ നമ്മുടെ പൈപ്പറിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ നേരത്ത് പൈപ്പർ മരിച്ചുപോയ ക്യാദിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്യാദിയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലാറയ്ക്ക് വാക്കുകൾ ഉണ്ടാവില്ല. മകളെ കുറിച്ച് ഒരുപാട് പൈപ്പറിനോട് ഇപ്പോ ലാറ സംസാരിക്കുകയാണ്. പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ആന്റിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ലാറ നേരിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ ലാറയുടെ ആന്റി ചോദിക്കുന്നത് പൈപ്പർ എവിടെ, അവൾ കൊണ്ടുവന്നില്ലേ? ആ സമയത്ത് ലാറ പറയാണ് മോനെ ഈ അവസ്ഥയിൽ നിന്നെന്തായാലും അവൾ കാണണ്ട, അവൾക്ക് ഒരുപാട് വിഷമാവും, അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്ക്, നീ ഓക്കെ ആയതിനു ശേഷം നമുക്ക് അവളെ കാണാൻ കേട്ടോ. ഇതേ നേരം തന്നെ ആന്റി ഒരു കാര്യം പറയുന്നുണ്ട് ലാറ നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലോ, ആ മഴയത്തേക്ക് അവളെ വിടരുത്. എന്റെ അച്ഛൻ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുകയാണ്. അതായത് ബാത്റൂമിൽ വെച്ച് ഒരു വല്ലാത്ത രൂപം അവനോട് സംസാരിച്ചല്ലോ, അത് അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞതുപോലെ അവന് തോന്നുകയാണ് കേട്ടോ. ശരി മോനെ നിന്റെ അനിയത്തിക്ക് ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ലാറ അവിടുന്ന് പോവാണ്. എന്നാൽ വീട്ടിലെത്തിയ പാട് തന്നെ നമ്മുടെ പൈപ്പറിനെയും കൂട്ടി മഴയത്തിറങ്ങി ആ മഴ ആസ്വദിക്കാനായിട്ട് അവളെ വിട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് പൈപ്പർ വല്ലാതെ
സന്തോഷിക്കുകയാണ് കേട്ടോ. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ നേരത്തിൽ ലാറ പറയാണ്, മോൾ ഉള്ളിലേക്ക് വാ, മോക്ക് വേണ്ടി ഞാനൊരു സാധനം തരാം. അതായത് ലാറയുടെ മകളുണ്ടല്ലോ ക്യാദിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ഇപ്പൊ പൈപ്പറിന് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ലാറ എന്നിപ്പോ പൈപ്പർ പറഞ്ഞപ്പോ ലാറ പറയാണ്, മോളെ നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എന്തിനാ എന്നെ ലാറ എന്ന് വിളിക്കുന്നത്? അമ്മയെന്ന് വിളിച്ചൂടെ? ഞാൻ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ, നന്നായിട്ട് നോക്കുന്നില്ലേ, ഒരു അമ്മയെ പോലെ തന്നെ. ഇനിയിപ്പോ നിന്റെ ചേട്ടന് 18 വയസ്സായാലും നീ ഇവിടെ തന്നെ നിൽക്കുവോ? ഇത് കേട്ടപ്പോ പൈപ്പർ ഒരു മടി പോലെ കാണിക്കാണ് കേട്ടോ. പൈപ്പർ ഇപ്പൊ പറയാണ്, അത് പിന്നെ ലാറ, എനിക്ക് എന്റെ അച്ഛന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം, പക്ഷേ എല്ലാ ആഴ്ചകളിലും ഞാൻ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ, എനിക്ക് എപ്പോഴും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പൈപ്പർ അങ്ങനെ പറഞ്ഞപ്പോൾ ലാറയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. അതേ നേരത്തെ തന്നെ അതിലൂടെ ഒലിവർ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പോകുന്നുണ്ട്. പൈപ്പറിന് കാണാൻ കഴിയില്ലല്ലോ, ഒരു വല്ലാത്ത ശബ്ദമായിരുന്നു. അപ്പൊ അതെന്താണെന്ന് പൈപ്പർ ചോദിച്ചപ്പോൾ, അതൊന്നുമില്ല മോളെ, ആ കാട്ടിലൂടെ എന്തോ ജീവി പോയതാന്ന് പറഞ്ഞിട്ട് അവളോട് നുണ പറയാണ്. ഇതിനുശേഷം ലാറ പൈപ്പറിനോട്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവാണ്, നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് പൈപ്പറിനെയും കൂട്ടിയിട്ട് ലാറ ഇപ്പോ ഒരു ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവളുടെ കൈ കൊണ്ട് പിന്നീട് ഒരു സ്ഥലത്തേക്ക് തൊട്ട് നോക്കാൻ വേണ്ടി പറയാണ്. പൈപ്പർ അത് തൊട്ട് നോക്കുകയാണ്, എന്തോ പോലെ ആവുന്നുണ്ട്. ഇതെന്താണ് ലാറ, മനുഷ്യനായിട്ടാണെന്ന് ചോദിച്ചപ്പോ ലാറ പറയണേ, അതൊന്നുമല്ല മോളെ, അത് വെറും ഒരു ഇറച്ചി കഷ്ണമാണ്. പിന്നീട് പൈപ്പറിനെയും കൂട്ടി ലാറ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണ് അതെന്താണെന്ന് കാണിക്കുന്നത്. അതായത് ലാറയുടെ മകൾ ക്യാദി മരിച്ചു പോയിട്ടില്ലേ, എന്നാൽ ഇത്ര വർഷമായിട്ടും അവളെ കുഴിച്ചു മൂടിയിട്ടില്ല. അവളുടെ ശരീരം ഫ്രീസ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. എന്തിനാണോ ആവോ, എന്താണോ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഫ്രീസ് ചെയ്ത ഈ ക്യാദിയുടെ ബോഡി ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് വളരെ ആർത്തിയോട് കൂടിയിട്ട് ഒലിവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും 1-2 ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഇപ്പൊ ആന്റി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പൈപ്പറിന് വന്ന മാറ്റം എന്തോ അവനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനേക്കാൾ കൂടുതലായിട്ട് പൈപ്പർ ഇപ്പോൾ ലാറയോടാണ് അടുപ്പം കാണിക്കുന്നത്. വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് അവന്റെ മൈൻഡിലേക്ക് ഇത് തന്നെയാണ് വരുന്നത്. അവൻ ഇതൊന്നും ഇഷ്ടമാവുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ലാറയെ നോക്കുകയാണെങ്കിൽ ഒലിവർ ഉണ്ടല്ലോ, അവനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അവന്റെ തലയിൽ ഒരു പ്രത്യേക രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ വരക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ടിവിയിൽ ചില വിഷ്വൽസും അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ കാണാറുള്ള ആ ഒരു ആഭിചാര ക്രിയകൾ തന്നെ. ഇപ്പോഴാണ് ഏകദേശം ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്താണ് ലാറ ഈ വീട്ടിൽ ചെയ്യുന്നതെന്ന്. അതായത് ഈ ഒലിവറിന്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ ഉണ്ട് എന്ന് പറയുന്നില്ലേ, അപ്പൊ ആ കാണുന്ന വീഡിയോയിലും ഒരുത്തിന്റെ ഉള്ളിൽ ഇതുപോലൊരു ചെകുത്താൻ കയറിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ പെരുമാറ്റവും അവന്റെ ആ ഒരു നടത്തവും ആറ്റിറ്റ്യൂഡ് എല്ലാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഈ ചെകുത്താനുള്ളിൽ കയറിയ ആൾ എന്താ കാണിക്കുന്നത്, ഒരു സ്ത്രീയുടെ ശരീരം തിന്നുകയാണ്. ഇതിനുശേഷം മരിച്ചു കിടക്കുന്ന മറ്റൊരു സ്ത്രീയുടെ വായിലേക്ക് ആ ചെകുത്താൻ ഊതുമ്പോൾ മരിച്ചുപോയ ആ സ്ത്രീക്ക് ബോധം വരുന്നുണ്ട്. അവർ എഴുന്നേൽക്കാണ്, ജീവൻ തിരിച്ചു കിട്ടി. ആ സ്ത്രീയുടെ ഭർത്താവിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം കർമ്മമാണിത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ഒലിവറിന് ഉപയോഗിച്ച് ലാർ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്? ആ വീഡിയോയിൽ കണ്ട കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വന്നുപെട്ട ഒരു ബലിയാട് മാത്രമാണ് പാവം നമ്മുടെ പൈപ്പർ. എന്തായാലും കർമ്മങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ആദ്യഘട്ടം എന്നോണം ഒരു ദിവസം രാത്രി ഈ ലാറയുണ്ടല്ലോ ഉറങ്ങിക്കിടക്കുന്ന പൈപ്പറിന്റെ അടുത്തേക്ക് പോവാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആന്റി അടിക്കുന്ന സ്പ്രേ നന്നായിട്ട് തന്നെ ഈ ഒരു ലാറ ദേഹത്ത് അടിക്കുന്നുണ്ട്. എന്നിട്ട് പൈപ്പറിന്റെ അടുത്തേക്ക് ചെന്ന് അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ണിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് ലാറ അവിടെ നിന്ന് ഓടി പോവാണ് കേട്ടോ. ഈ സമയത്തേക്ക് നമ്മുടെ ആന്റി നല്ല ഉറക്കത്തിലാണ്. അതുപോലെ തന്നെ പൈപ്പറിന് അടി കൊണ്ട് ആ ഒരു വേദനയിൽ അവൾ ചാടി എഴുന്നേറ്റു. പക്ഷെ ആരെ അടിച്ചെന്ന് അവൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. രാവിലെ ആയിട്ട് ഈ ഒരു കാര്യം പൈപ്പർ ലാറയോട് പറഞ്ഞപ്പോൾ ലാറ പറയുന്നത്, മിക്കവാറും നിന്നെ അടിച്ചത് നിന്റെ ചേട്ടൻ തന്നെയായിരിക്കും. ആ സമയത്ത് ആന്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനോ? എന്റെ പെങ്ങളെ ഞാൻ അടിക്കാനോ? അതെ, നീ അടിച്ചിട്ടില്ലേ, പണ്ടും നീ നിന്റെ പെങ്ങളെ അടിച്ചിട്ടില്ലേ, അത് പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി സംസാരിക്കുമ്പോ പൈപ്പർ ഒരു കാര്യം പറയണ, ചേട്ടാ ഇന്നലെ രാത്രി എന്നെ അടിച്ച ആള് അടുത്തേക്ക് വന്നപ്പോ ചേട്ടൻ അടിക്കുന്ന അതേ സ്പ്രേയുടെ സ്മെല്ല് തന്നെയായിരുന്നു. അതിനർത്ഥം ചേട്ടൻ തന്നെയാണോ എന്നെ അടിച്ചത്? അപ്പൊ ആ ഒരു സംശയം കുറച്ചുകൂടെ കൂട്ടുന്ന രീതിയിൽ ലാറ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇവൻ തന്നെ അടിച്ചത്. ഇതിങ്ങനെ കേൾക്കും തോറും നമ്മുടെ ആന്റിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് പുറത്തെ മഴയിൽ ഒരുമാതിരി കോലത്തിൽ നിൽക്കുന്ന ആ ചെറുക്കനെ നമ്മുടെ ആന്റി കാണുകയാണ്, അതായത് ഒലിവറിനെ. എന്തായാലും ഈ ചെറുക്കൻ ഈ സ്ത്രീയുടെ മകനല്ല എന്ന് അവന് ഉറപ്പായി. ഇതെന്തവനിങ്ങനെ, ഇതെന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അവൻ ആ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ആ ഫോണിൽ ആറെ തട്ടി മാറ്റുകയാണ്, അലമ്പാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഇതൊക്കെ ആയിട്ട് നമ്മുടെ പൈപ്പറിനെ അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവൾ അവസാനം പറയണമെന്ന് നിർത്തുമോ, എനിക്ക് മതിയായി. പിന്നീട് പൈപ്പറിന്റെ അടുത്തേക്ക് വന്നിട്ട് ആന്റി പറയാണ്, മോളെ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ നിന്നെ ഞാൻ അടിച്ചെന്ന്? എന്തായാലും തൽക്കാലം നീ ഇവിടെ നിൽക്ക്, എനിക്കിതൊന്നും നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കാർ എടുത്ത് നേരെ പോവാണ്. എങ്ങോട്ടേക്ക്? മേരി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവരെ ഇവിടെ ആക്കി കൊടുത്ത അവരുടെ അടുത്തേക്ക് തന്നെ. അങ്ങനെ ആ ഒരു ഓഫീസിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ഫോട്ടോ കണ്ട് ഈ ആന്റി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാണാതായ കുറച്ച് കുട്ടികളുടെ ഫോട്ടോയാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒലിവറുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. മുടിയെല്ലാം നീട്ടി വളർത്തി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ. എന്നാൽ അവന്റെ പേര് അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുള്ളത് കോർണർ ബേർഡൻ എന്നാണ്. അതായത് ഒലിവർ അതവന്റെ ശരിക്കും പേരല്ല, അവന്റെ പേര് കോർണർ ബേർഡൻ എന്നാണ്. അതുപോലെ തന്നെ ലാറയുടെ മകനും അല്ല അവൻ. അന്ന് കിച്ചണിൽ വെച്ചൊരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചെന്ന് പറയുന്നില്ലേ, അത് അവന്റെ പേര് തന്നെയായിരുന്നു, ബേർഡൻ. ഇതെല്ലാം കണ്ട് ആന്റി ആകെ ഷോക്കായി പോവാണ്. ഇതേ സമയത്ത് തന്നെ ലാറയെ നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും നമ്മുടെ പൈപ്പറിനെയും കൂട്ടിയിട്ട് ഈ കുട്ടികളൊക്കെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു ക്ലബിലേക്ക് ലാറ ഇപ്പൊ പൈപ്പറിനെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ലാറ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്തോ ഒരു കാര്യം അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മേരിയെ കാണാൻ വേണ്ടി ആന്റി ഓഫീസിലേക്ക് പോയ
സമയത്ത് അവന്റെ കാര്യം പറയുന്നതിന് മുന്നേ തന്നെ മേരി പറയണ, നീ നിന്റെ പെങ്ങളെ അടിച്ചല്ലേ, അവളുടെ കണ്ണൊക്കെ നീ എന്താണ് കാണിച്ചു വെച്ചത്? ഇത് കേട്ടപ്പോ ആന്റി ആകെ ഞെട്ടിപ്പോയി. അതായത് ആന്റി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ആന്റി പൈപ്പറിനെ അടിച്ചു എന്ന രീതിയിൽ ലാറ ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്ന ഒരു വിധത്തിൽ മേരിയെ കാര്യങ്ങൾ ആന്റി പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് ആന്റി ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെ കാണാതായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടില്ലേ, ദാ പുറത്ത് കോർണർ ബേർഡൻ, അവൻ എവിടെയല്ലേ അറിയോ? ഈ ലാറയുടെ വീട്ടില്. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചത് അത് ലാറയുടെ മകനായിരിക്കും എന്നാ. മകനൊന്നും അല്ലാതെ ഇവിടുന്ന് കാണാതായി കുട്ടി തന്നെയാ. എന്നാൽ ആ ഒരു കാര്യം മേരിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ലാറ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാ. അതുകൊണ്ട് തന്നെയാണ് ലാറ ഇവിടെ വന്ന പൈപ്പറിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതും. പക്ഷെ അതിന്റെ പിന്നിലെ ദുരുദ്ദേശമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. എന്തായാലും ആന്റി ഇപ്പൊ മേരിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്, നിങ്ങളൊന്ന് വീട്ടിലേക്ക് വാ, കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു പറയാണ്. അങ്ങനെ ഇപ്പോ ആന്റിയുടെ കൂടെ ഇപ്പോ മേരി വരാന്ന് സമ്മതിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ലാറ അവള് കാണുന്നത് അടുക്കളയിലുള്ള ഭക്ഷണം മുഴുവനായിട്ടും എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രയും കഴിച്ച് വയറ് നിറച്ചു വെച്ച് നിൽക്കുന്ന ഒലിവറിനെയാണ്. അവളാകെ പേടിച്ചു പോയി. മാത്രമല്ല ആ ഭക്ഷണം പോരായിട്ട് ഒലിവർ ഇപ്പോ അവർക്ക് നേരെ വരികയാണ്. അതായത് ലാറയെ കടിക്കാനായിട്ട് ഒരു വിധത്തിൽ അവനെ പിടിച്ച് തള്ളി മാറ്റാണ്. മാറി നിൽക്ക് പിശാച്, എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് ലാറ ഓടിപ്പോയിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴും വിശപ്പ് മാറാത്ത ഒലിവർ നേരെ ചെന്നിട്ട് ഈ ടേബിൾ ഉണ്ടല്ലോ അതെല്ലാം കടിക്കാൻ തുടങ്ങുകയാണ്. അതും പോരാഞ്ഞിട്ട് സ്വന്തം കൈ തന്നെ അവൻ കടിച്ച് തിന്നാൻ തുടങ്ങുകയാണ്. വെരി ബ്രൂട്ടൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, സീനാണ്, കാണിക്കാൻ പറ്റില്ല. ഞാൻ സിനിമയുടെ പേര് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കാണണമെങ്കിൽ സിനിമ പോയി കണ്ടു കേട്ടോ, കാണിക്കാൻ പറ്റില്ല, യൂട്യൂബ് പണി വരും. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനുണ്ടല്ലോ ഒലിവർ പുറത്തേക്ക് പോവാണ്. ആ സ്വിമ്മിംഗ് പൂളിന്റെ അരികിൽ ഇരിക്കുകയാണ്. ഇതേ നേരം ബാത്റൂമിന്റെ പുറത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം ഒലിവറിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവസാനം അത് ചെയ്യാന്ന് തീരുമാനിക്കുകയാണ്. ഒലിവറിനെയും കൂട്ടി നേരെ വീടിന് പുറത്തുള്ള ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെയാണ് ഫ്രീസറിൽ മരിച്ചുപോയ കാദിയുടെ ബോഡി ഉള്ളത്. ആ ശവശരീരം അവന് തിന്നാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ മേരിയുടെ കൂടെ നമ്മുടെ ആന്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ വരുന്ന സമയത്ത് തന്നെ പൈപ്പറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആന്റി ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനല്ല മോളെ നിന്നെ അടിച്ചത്, ചെറിയ പ്രായത്തിൽ ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, പക്ഷെ അത് ബുദ്ധിയില്ലാത്ത സമയമായതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ് മോളെ. ഈ ലോകത്തിൽ നീ അല്ലാതെ വേറെ എനിക്ക് ആരാ ഉള്ളത്? ആ നിന്നെ ഞാൻ വേദനിപ്പിക്കുവോ? അതുപോലെ തന്നെ ലാറ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ വിശ്വസിക്കരുത് കേട്ടോ. അവരുടെ മകനാണെന്ന് പറഞ്ഞ ആ ഒലിവർ അവരുടെ മകനൊന്നുമല്ല മോളെ. അവസാനം എല്ലാം കലങ്ങി തെളിയാൻ വേണ്ടി പോവാണ്. എന്റെ കൂടെ മേരി ആന്റി ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നതാണ്. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പൈപ്പർ യാതൊരു മറുപടിയും പറയുന്നില്ല. എങ്ങനെ പറയാനാ? പൈപ്പറിന്റെ കയ്യിലല്ലല്ലോ ഫോൺ ഇപ്പോൾ ഉള്ളത് ലാറയുടെ കയ്യിലാണ്. ഇത് കേട്ട ലാറ ആകെ ഞെട്ടിത്തരിച്ചു പോവാണ്. മേരി ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. അതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്ന സകലമാന സംഭവങ്ങളും ക്ലീൻ ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റിയും മേരിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആന്റിയോട് കാറിൽ തന്നെ ഇരുന്നു, ഞാൻ ഉള്ളിൽ പോയിട്ട് സംസാരിച്ചിട്ട് വരാന്ന് പറയണം. അങ്ങനെ മേരി ഇപ്പോ ഈ ലാറയെ കാണാനായിട്ട് ഉള്ളിലേക്ക് പോയപ്പോ ഒന്നും അറിയാത്തതുപോലെ ആ മേഡം എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, വാ ഉള്ളിലേക്ക് വന്ന് പറഞ്ഞിട്ട് ഭയങ്കര മാന്യമായിട്ട് തന്നെ സ്വീകരിക്കുകയാണ്. ഇപ്പൊ മേരിയും പറയണ ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് കിട്ടി ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ട് വന്നതെന്ന് പറയണം. ആ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ലാറ എല്ലാ സ്ഥലവും ഇപ്പൊ മേരിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ആന്റി എന്തായാലും ഉള്ളിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ആ ഷെഡിലൊന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ആന്റി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആ ഫ്രീസറിൽ വെച്ച കാദിയുടെ ശവശരീരം തിന്നുകൊണ്ടിരിക്കുന്ന ഒലിവറിനെയാണ്. അവനാകെ ഞെട്ടി മേരിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് കരുതിയിട്ട് മേരി പോവാൻ നിൽക്കുമ്പോൾ ലാറയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണുകയാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലാറ ഉരുണ്ട് കളിക്കാൻ തുടങ്ങുകയാണ്. അവസാനം മേരി പൊക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോൾ ഓരോന്നായിട്ട് ലാറ പറയാൻ തുടങ്ങുകയാണ്, പ്ലീസ് ഈ കാര്യം ആരോടും പറയരുത്, എന്റെ കൂടെ ഒന്ന് നിൽക്ക്, എനിക്ക് എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം, അതിനെങ്ങനെയെങ്കിലും എനിക്ക് ആ പെണ്ണിനെ എനിക്ക് വേണം, അവളെ എന്റെ മോൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ എനിക്ക് അവളെ കൊല്ലണം, എന്നാലേ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടുള്ളൂ. എന്ത് ഭ്രാന്ത് ഈ പറയുന്നത്, ഒന്ന് പൊയ്ക്കേടി ഭ്രാന്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേരി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് ആന്റി അങ്ങോട്ടേക്ക് വന്നല്ലോ. ആന്റി വന്നിട്ട് പറയാണ്, മേരി ആന്റി വേഗം വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആന്റിയുടെ കൂടെ ഇപ്പോ മേരി പോവാണ്. ഇപ്പൊ ആ ഒരു ഷെഡിലേക്ക് പോയി നോക്കുന്നുണ്ട്. കണ്ട കാര്യം കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അതേ നിമിഷം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു കാറ് വന്നിട്ട് ഇവരെ രണ്ടുപേരും ഇടിച്ചു തെറിപ്പിക്കുകയാണ് ആ ഷെഡിന്റെ ഉള്ളിലേക്ക്. ആ അപകടത്തിൽ മേരി അപ്പൊ തന്നെ മരിക്കുന്നുണ്ട്. എന്നാൽ ജീവൻ പോകാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആന്റി. അവന്റെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് അവനെ കൊന്നുകളയാണ്. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ലാറ ഇപ്പോ പൈപ്പറിനെ കൂട്ടാൻ വേണ്ടി അവർ ക്ലബിലേക്ക് പോവാണ്. അവളെ കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവൾക്ക് കണ്ണ് കാണില്ലല്ലോ, നിലത്ത് മുഴുവൻ രക്തമാണ്. എന്നാൽ ആ പാവത്തിന് ഇതൊന്നും കാണാനും പറ്റുന്നില്ല. പക്ഷെ വീടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ പൈപ്പറിന് ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അവളുടെ ചേട്ടന്റെ ഫോൺ റിങ്ങാവുന്ന ശബ്ദം കേൾക്കുകയാണ്. അവൾ അവിടെ നിർത്തിയിട്ട് വേഗം തന്നെ ലാറ ഓടി ചെന്നിട്ട് ആ ഒരു ഫോൺ ഓഫ് ആക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ലാറയോട് ചോദിക്കുമ്പോൾ അവർ പരിയും കളിയാണ്. എന്തോ ഒരു പേടി തോന്നി പെട്ടെന്ന് തന്നെ പൈപ്പർ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്യാണ്. എന്നാൽ അവിടെ വെച്ച് കാലിൽ എന്തോ ഒന്ന് തടഞ്ഞപ്പോൾ അവൾ ചുമ്മാ ഒന്ന് കൈകൊണ്ട് തടവി നോക്കുകയാണ്. ശരിക്കും അവള് ഷോക്കായി പോയി കരഞ്ഞു പോവാണ് അവള്. കാരണം അവളുടെ ചേട്ടന്റെ മൃതദേഹമായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പൈപ്പർ പുറത്തേക്ക് വന്ന് ലാറയോട് ചോദിക്കുകയാണ്, എന്റെ ചേട്ടൻ എന്താ പറ്റിയത്? അപ്പൊ ലാറ ഒന്നും മറച്ചു വെക്കാൻ നിന്നില്ല, നിന്റെ ചേട്ടൻ ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ്. അതുപോലെ തന്നെ മോളെ, ഇനി ഞാൻ നിന്നോട് സത്യം പറയാൻ പോവാണ്. ഒരു മാലാഗയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ആ മാലാഗ വന്നിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. മരിച്ചുപോയ എന്റെ മോളുണ്ടല്ലോ കാദി, അവള് തിരിച്ചു തരാന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മോളെ നിന്റെ ജീവൻ എനിക്ക് എടുക്കണം. നിന്നെ വെള്ളത്തിൽ മുക്കി കൊന്നാലേ എനിക്ക് എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് കേട്ട അടുത്ത നിമിഷം തന്നെ കയ്യിൽ കിട്ടി എന്തോന്ന് എറിഞ്ഞ് പൈപ്പർ അവിടുന്ന് ഓടി രക്ഷപ്പെടും.
വിടാൻ നോക്കുന്നില്ലെങ്കിലും അവളെ ഇപ്പോ ഈ ലാറ് വിടുന്നില്ല. അവളെ തൂക്കി വലിച്ചെടുത്തുകൊണ്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോവാണ്. ആ വെള്ളത്തിൽ ഇനി അവളെ മുക്കി കൊല്ലണം. ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു സാത്താന്, അതായത് ഒലിവറിന്റെ ഉള്ളിലുള്ള ആ ഒരു സാത്താന്. ഇപ്പൊ കണ്ണ് കാണാത്ത ആ ഒരു പെൺകുട്ടി ആ വെള്ളത്തിലിട്ട് മുക്കി മുക്കി ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് അവളെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ചെയ്യാൻ ലാറയ്ക്ക് മനസ്സും വരുന്നില്ല. ഇതിനിടയിൽ മരണവെപ്രാളത്തിൽ പൈപ്പർ അറിയാതെ തന്നെ അമ്മേ എന്നെ രക്ഷിക്കുകയെന്ന് വിളിച്ചു പറയാണ്. ആ ഒരു വിളി കേട്ടപ്പോൾ ലാറയുടെ നെഞ്ച് പൊട്ടുകയാണ് കേട്ടോ. അതായത് സ്വന്തം മകൾ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ പൈപ്പറിന് ഒന്നും ചെയ്യാനായിട്ട് ലാറയ്ക്ക് കഴിയുന്നില്ല. പിടുത്തം വിട്ടുപോണ്. ആ ഗ്യാപ്പിന് പൈപ്പർ മുകളിലേക്ക് കയറി ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവളുടെ പിറകാലെ തന്നെ ഒലിവർ അല്ല ആ സാത്താനും പോകുന്നുണ്ട്. പക്ഷെ അവളെ പിടിക്കാൻ പറ്റിയില്ല. അവൾ ഓടി അപ്പോഴേക്കും ഒരു റോഡിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പൊ അതിലൂടെ പോയൊരു വണ്ടി ഇവളെ കണ്ട് നിർത്തുന്നുണ്ട്. നടന്നതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇതുപോലെ തന്നെ ആ ഒരു വെള്ള വരയുടെ അടുത്തേക്ക് ഒലിവർ വന്ന് നിൽക്കുന്നുണ്ട്. അവനത് താണ്ടാൻ കഴിയില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒലിവർ ആ വെള്ള വരയുടെ അപ്പുറത്തേക്ക് പോവാണ്. എന്നാലേ അവന്റെ ഉള്ളിൽ ആ ഒരു ചെകുത്താന് അവന്റെ ഉള്ളിൽ നിന്നും പോവുള്ളൂ. എന്തായാലും അങ്ങനെ ആ വരയുടെ അപ്പുറത്തേക്ക് അവൻ പോയത് കൊണ്ട് തന്നെ അവൻ കിടന്ന് പെടയ്ക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ലാറ അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അവർ ചെയ്തില്ല. അവരുടെ മനസാക്ഷി അതിന് സമ്മതിച്ചില്ല. എന്നാലും മകളെ തിരിച്ചു കൊണ്ടുവരണം എന്നതിന്റെ പേരിൽ കുറച്ചധികം ക്രൂരതകൾ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ലാറ ഇപ്പൊ നേരെ ആ ഷെഡിന്റെ ഉള്ളിൽ പോയിട്ട് മരിച്ചു കിടക്കുന്ന മകളുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ അതും എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് വരികയാണ്. അതും കെട്ടിപ്പിടിച്ച് അവരതിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ലാറയെ അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒലിവർ മരിച്ചിട്ടില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ ആ ഒരു നികൃഷ്ട ശക്തി എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വെള്ളം വരെ വിട്ട് പുറത്തേക്ക് വന്നാൽ ആ ശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ ഒലിവറിനെയും പോലീസുകാർ രക്ഷപ്പെടുത്തുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നുമില്ല, മരിച്ചുപോയ മകളെ മറ്റൊരു പെൺകുട്ടിയെ ബലി കൊടുത്തുകൊണ്ട് വളരെ നികൃഷ്ടമായ മാർഗത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയ ഒരു അമ്മ മകളോടുള്ള ആ ഒരു സ്നേഹം കാരണം, വാത്സല്യം കാരണം ഒരു പിശാചായിട്ട് മാറുകയാണ്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ആ ഒലിവറിനെ എത്ര കഷ്ടപ്പെടുത്തിയാലേ. എന്തൊക്കെയായാലും അവസാനം പൈപ്പർ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ ഏറ്റവും വിഷമമായത് നമ്മുടെ ആന്റി മരിച്ചുപോയത് കാണുമ്പോഴാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള കഥകൾ ഇനിയും കൊണ്ടുവരണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ. ഉറപ്പായിട്ടും ഞാനിതൊക്കെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.